ഒരാണും അല്ല ഒരു പെണ്ണുമാണ് വരുന്ന എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചാൽ പല കാര്യങ്ങൾക്കും എന്താ പറയണ്ടേ വോയിസ് റൈസ് ചെയ്ത് സംസാരിക്കുന്നവരാ. അവർക്ക് ആർക്കും പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. നിങ്ങൾ ഈ പറയുന്ന പോലെ ഉമ്മ വയ്ക്കുന്നത്, നെറ്റിയിൽ ഉമ്മ കൊടുത്തതോ അല്ലെങ്കിൽ കൈ പിടിച്ചിരിക്കുന്നതോ ഒക്കെ ഒരു സെക്ഷൽ കാര്യമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. കുറെ പേരൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട്. അതിന് കാരണമായിട്ട് കാണണോ എന്നുള്ള ചോദ്യം, എന്നാ കാണിക്കുന്നുള്ള ഡയലോഗ്, ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ മറന്നുപോകും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനകത്ത് നിൽക്കുകയാണ്, നിങ്ങൾ ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ മറന്നുപോകും. പുറത്തങ്ങനെയല്ല. പുറത്ത് ഇതിങ്ങനെ ലൈം ലൈറ്റിൽ തന്നെ നിൽക്കുകയാണ്, ചർച്ചയായിട്ട് നിൽക്കുകയാണ്, ഹോട്ട് ടോപ്പിക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓഡിയൻസ് ഇത് മറക്കില്ല. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് മറന്നാലും പുറത്തുള്ളവർ ഇതൊക്കെ ഓർത്ത് വെക്കുകയാണ്. അല്ലെങ്കിൽ വീഡിയോകളായിട്ടും ചർച്ചകളായിട്ടും കമൻറ്റുകളായിട്ടും ഒക്കെ ഇത് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജാസ്മിൻ അകത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന്. ചിലപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ മോശമായിട്ടായിരിക്കില്ല. അങ്ങനെയാണെന്ന് ഞാൻ എന്തായാലും പറയുന്നില്ല. പറയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് അങ്ങനെ തോന്നിയിട്ടായിരിക്കും അവരത് പറയുന്നത്. അപ്പൊ അത്തരം അവസരം കൊടുക്കാതിരിക്കാൻ നമ്മളല്ലേ ജാസ്മിൻ ശ്രമിക്കേണ്ടത്. ഇങ്ങനൊരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ്. ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ആരാണ്? ജാസ്മിനാണ്. അപ്പം ഇതിനിയിപ്പം അനുഭവിക്കുക തന്നെ. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. വന്നിട്ട് ഫേസ് ചെയ്യുക. കാര്യം വീട്ടുകാരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും മറുപടി പറയുക. അല്ലാതെ ഇതിനകത്ത് ഒരു മാർഗമില്ല. ഇതിനകത്ത് കറക്റ്റ് കാര്യങ്ങളാണ് ഇതിനകത്ത് അഖിലേട്ടൻ മറ്റേ സമരേട്ടൻ പറയണത്. കാര്യം ഒന്ന് മനസ്സിലാക്കി നോക്ക് നിങ്ങൾ. ഒരു റിലേഷനൊക്കെ ആയി എല്ലാം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഏതോ ഈ ബിഗ് ബോസ് ആണോ ജീവിതം? ഈ പെണ്ണിന് പുറത്തിറങ്ങണമെന്നുള്ളൊരു ചിന്തയൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നലെ ജാസ്മിൻ പറയുന്നുണ്ടത് എനിക്ക് പുറത്ത് പോകണമെന്നേ ഇല്ലെന്ന്, എനിക്ക് ഇവിടെ തന്നെ അങ്ങ് നിന്നാൽ മതി എന്നൊക്കെ പറയുന്നു. കാര്യം അത് വിഷമം കൊണ്ടും പറയുന്നുണ്ട്. എന്തായി കഴിഞ്ഞാലും ഇനിയെങ്കിലും നല്ല രീതിയിൽ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ കൊള്ളാം. പിന്നെ അതേ കണക്ക് തന്നെ ഇപ്പം അകത്തോട്ട് കയറിയിരിക്കുന്ന ആൾക്കാരെല്ലാവരും ട്രിഗർ ചെയ്യാൻ പോകുന്ന ഇതാണ് ജാസ്മിൻ്റെ ഒരു വീക്ക് പോയിന്റ് എന്ന് അവർക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരതിൽ കയറിയിട്ടാണ് പിടിക്കുന്നത്. ഇന്നത്തെ പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് നന്ദന പറയുന്നൊരു കാര്യമുണ്ട്, ഗബ്രി ചേട്ടനെ മാത്രമേ കെട്ടിപ്പിടിക്കത്തുള്ളൂ എന്ന്. ഓക്കെ, എന്തായാലും തയ്ച്ചു വെച്ചോ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്തായാലും നന്ദനയൊക്കെ അത്യാവശ്യം ഇത്തിരി ഓവറായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ചില ആംഗിളിലൊക്കെ. അപ്പോൾ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.